ഇന്ന് ഓഗസ്റ്റ് 2. 20 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു ഓഗസ്റ്റ് 2-ാം തീയതിയാണ് മലയാളികളടക്കമുള്ള നൂറുകണക്കിന് മനുഷ്യരുടെ സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും മേൽ സദ്ദാമിന്റെ സ്കഡ് മിസൈലുകൾ പറന്നിറങ്ങിയത്. 1990 ഓഗസ്റ്റ് 2-ന്റെ പ്രഭാതത്തിലേക്ക് കുവൈറ്റ് ഉണർന്നത് വെടിയൊച്ചകൾ കേട്ടുകൊണ്ടാണ്. 1 ലക്ഷത്തോളം വരുന്ന ഇറാഖി സൈന്യം ഇരുട്ടിന്റെ മറവിൽ കുവൈറ്റിന്റെ വടക്കേ അതിർത്തി കടന്നപ്പോൾ വെറും 16,000 മാത്രം വരുന്ന കുവൈറ്റി സൈന്യത്തിന് യാതൊന്നും ചെയ്യാനാവുമായിരുന്നില്ല. അധിനിവേശത്തെ അംഗീകരിച്ചുകൊണ്ട് വേദനയോടെ അന്നത്തെ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായിരുന്ന ഹിസ് ഹൈനസ് ഷെയ്ഖ് സാദ് അൽ അബ്ദുള്ള അൽ സാലിം അൽ സബ കുവൈറ്റി ജനതയോടും ലോകത്തിനോടുമായി പറഞ്ഞു: സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ ശത്രുക്കൾ നമ്മുടെ രാജ്യം കീഴടക്കിയിരിക്കുന്നു. ചെകുത്താന്റെ ആൾരൂപങ്ങളായി മാറിയ ഇറാഖി പട്ടാളം കുവൈറ്റിനെ ഉഴുതുമറിച്ചപ്പോൾ അത് കുവൈറ്റിന്റെ മാത്രം പ്രശ്നമായിരുന്നില്ല. ലോകത്തിന്റെ തന്നെ ചരിത്രം മാറ്റിയെഴുതിയ ഒന്നായി ഈ അധിനിവേശവും പിന്നീടുള്ള സംഭവങ്ങളും. 4 ലക്ഷത്തോളം കുവൈറ്റികളും 1.5 ലക്ഷത്തോളം ഇന്ത്യക്കാരും അധിനിവേശ കാലത്ത് ഇവിടെ നിന്ന് പലായനം ചെയ്തു. നിരവധി പേർ തടവുകാരായി. ഒരുപാട് പേർ യാതൊരു അടയാളങ്ങളും ബാക്കിയാവാതെ എവിടെയോ അപ്രത്യക്ഷമായി. പുത്തനായുധങ്ങളുടെ പരീക്ഷണ ഭൂമിയായി കുവൈറ്റ് മാറിയപ്പോൾ 7 മാസങ്ങൾക്ക് ശേഷം 1991 ഫെബ്രുവരി 26-ന് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന ഇറാഖി റിപ്പബ്ലിക്കൻ ഗാർഡുകളെ തുരത്തിയോടിച്ചു. കുവൈറ്റ് എന്ന ചെറുരാജ്യത്തിന്റെ ആകാശത്തിൽ കരിമേഘങ്ങളും കരയിൽ ആളിക്കത്തുന്ന എണ്ണക്കിണറുകളും ബാക്കിയായി. അധിനിവേശം സമ്മാനിച്ച സാമ്പത്തിക നഷ്ടം ഐക്യരാഷ്ട്രസഭ വഴി ഇറാഖിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. 7 മാസം നീണ്ടുനിന്ന നരനായാട്ടിന് നേതൃത്വം കൊടുത്ത സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയവർ ഇന്ന് ഇറാഖ് ഭരിക്കുന്നു. എങ്കിലും 20 അല്ല 200 വർഷം കഴിഞ്ഞാലും കുവൈറ്റി ജനത പൊറുക്കില്ല ആ അധിനിവേശത്തെ, മറക്കില്ല ആ കറുത്ത വ്യാഴാഴ്ചയെ. വിനോദ് വി നായർ, ജീവൻ ന്യൂസ്, കുവൈറ്റ്.